എത്രയും സ്നേഹം നിറഞ്ഞ വികാരിയച്ച മണിയക്കുളം ഇടവക ജനങ്ങളെ, ഇന്ന് തങ്ങളുടെ വിശുദ്ധന്റെ തിരുനാൾ ആഘോഷിക്കുന്ന സെന്റ് ജോൺ വാലിലെ പ്രിയപ്പെട്ടവരെ, ഇന്ന് നാം ഒരു ചെറുപ്പക്കാരന്റെ ഓർമ്മ ആചരിക്കുകയാണ്. ക്രിസ്തു ശതാബ്ദം 3-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന തന്റെ 18-ാമത്തെ വയസ്സിൽ റോമൻ സൈന്യത്തിൽ ചേർന്ന ഒരു ചെറുപ്പക്കാരന്റെ ഓർമ്മ. കാലം അവനെ വിശുദ്ധ ഗീവർഗീസ് എന്ന് വിളിക്കുന്നു. ഇന്ന് ആ ചെറുപ്പക്കാരന്റെ നാമത്തിൽ ഒട്ടനവധി പള്ളികളുണ്ട്. ഒട്ടനവധി പേർ, പല മതത്തിലുള്ള ആൾക്കാർ അവന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ഇന്ന് ഈ കുർബാനയിൽ ഈ ആൾക്കാരുടെ ചുറ്റും നാം ഒരുമിച്ച് കൂടിയിരിക്കുമ്പോൾ നാം എല്ലാവരും ആ ചെറുപ്പക്കാരനെ പറ്റി ചിന്തിക്കുകയാണ്. വിശുദ്ധ ഗീവർഗീസ് തന്റെ 18-ാമത്തെ വയസ്സിൽ റോമൻ സൈന്യത്തിൽ അവൻ ചേർന്നു. തന്റെ പിതാവിന്റെ മാതൃക അനുസരിച്ച് ക്രിസ്തീയ വിശ്വാസത്തിൽ അവൻ വളർന്നു വന്നു. പ്രിയപ്പെട്ടവരെ, നാം ഒന്ന് ചിന്തിച്ചു നോക്കാം, എന്തുകൊണ്ടാണ് ആ 18 വയസ്സുള്ള ആ യുവാവ് തന്റെ സ്വപ്നങ്ങളെല്ലാം വിട്ടുകൊണ്ട്, സ്വപ്നങ്ങളെല്ലാം ത്യാഗം ചെയ്തുകൊണ്ട് റോമൻ സൈന്യത്തിൽ എന്തുകൊണ്ട് ചേർന്നു? ഡയക്ലീഷ്യൻ ചക്രവർത്തിയുടെ ഭരണകാലത്ത് തന്റെ കൺമുന്നിൽ ക്രിസ്ത്യാനികൾ ഒത്തിരിയധികം പീഡകൾ അനുഭവിക്കുമ്പോൾ കിരാതമായ പല പീഡനങ്ങൾക്കും ക്രിസ്ത്യാനികൾ ഇരയാക്കപ്പെടുമ്പോൾ ആ 18 വയസ്സുകാരന്റെ ചങ്കുതകർന്നു. അവൻ തീരുമാനിച്ചു, ഞാൻ റോമൻ സൈന്യത്തിൽ ചേർന്ന് ഈ ക്രിസ്ത്യാനികളെ സംരക്ഷിക്കുവാനായിട്ട് ഞാൻ എന്റെ ജീവിതം മാറ്റിവെക്കും. ഡയക്ലീഷ്യൻ ചക്രവർത്തി ക്രിസ്തുമതം സ്വീകരിച്ചവരെ, ക്രിസ്തുവിനെ രക്ഷകനായി സ്വീകരിച്ചവരെ നിഷ്ഠൂരം പീഡിപ്പിച്ചപ്പോൾ അവർക്ക് താങ്ങും തണലുമാകുവാനായി ഈ 18 വയസ്സുള്ള ചെറുപ്പക്കാരൻ റോമൻ സൈന്യത്തിൽ ചേർന്നു. പ്രിയപ്പെട്ടവരെ, ഇന്ന് ആ വിശുദ്ധന്റെ തിരുനാൾ നാം ആഘോഷിക്കുമ്പോൾ നാം ധ്യാനിക്കേണ്ടത് ഇതാണ്: ക്രിസ്തീയ വിശ്വാസത്തിന് വേണ്ടി, ക്രിസ്തീയ വിശ്വാസത്തിൽ ജീവിക്കുന്നവർക്ക് വേണ്ടി, അവരെ സംരക്ഷിക്കുവാൻ വേണ്ടി ഞാൻ എന്റെ ജീവിതത്തിൽ എന്തെങ്കിലും ത്യാഗങ്ങൾ ചെയ്തിട്ടുണ്ടോ? കുറെ വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ച ആ 18 വയസ്സുകാരൻ തന്റെ ജീവിതത്തിൽ ഒത്തിരിയേറെ ത്യാഗങ്ങൾ ക്രിസ്തീയ വിശ്വാസത്തിന് വേണ്ടി അവൻ ചെയ്തു. ഇന്ന് നാം ചിന്തിക്കണം, ക്രിസ്തീയ വിശ്വാസത്തിന് വേണ്ടി, ക്രിസ്തുവിലുള്ള എന്റെ വിശ്വാസത്തിന് വേണ്ടി ഇത്രയും നാൾ ക്രിസ്ത്യാനിയായി ജീവിച്ചിട്ട് ഞാൻ എന്തെങ്കിലും ത്യാഗം ചെയ്തിട്ടുണ്ടോ? പ്രിയപ്പെട്ടവരെ, നാം ചെയ്യേണ്ട ഏറ്റവും വലിയ ത്യാഗം തലമുറകളിലൂടെ കൈമാറിയിരിക്കുന്ന ഈ വിശ്വാസം വരും തലമുറകളിലേക്ക് പകർന്നു കൊടുക്കുന്നതാണ്. ഇന്നത്തെ തലമുറയുടെ ഏറ്റവും വലിയ ശാപം ലൗകികമല്ല, തൊഴിലില്ലായ്മയല്ല. ഇന്നത്തെ സമൂഹത്തിന്റെ ഏറ്റവും വലിയ ശാപം വിശ്വാസം വരും തലമുറയ്ക്ക് പകർന്നു കൊടുക്കാൻ പരാജയപ്പെടുന്ന ഒരു സമൂഹമാണ്. നമ്മുടെ മക്കൾക്ക്, നമ്മുടെ കുട്ടികൾക്ക് വിശ്വാസം പകർന്നു കൊടുക്കുവാൻ നാം ശ്രമിക്കുന്നുണ്ടോ? നമ്മുടെ കുട്ടികൾക്ക് വിശ്വാസം പകർന്നു കൊടുക്കുവാൻ നാം ചെയ്യുന്ന കാര്യങ്ങൾ, നാം ചെയ്യുന്ന ത്യാഗങ്ങൾ എന്തൊക്കെയാണ്? നമ്മുടെ കുട്ടികളെ വിശ്വാസത്തിൽ വളർത്തുവാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? ഇന്ന് ഈ വിശുദ്ധൻ നാം ഓരോരുത്തരോട് ചോദിക്കുന്ന ഏറ്റവും അത്യന്താപേക്ഷിതമായ ചോദ്യമാണ്: വരും തലമുറയ്ക്ക്, നമ്മുടെ കുട്ടികൾക്ക് വിശ്വാസം നാം സ്വീകരിച്ച തലമുറകൾ വഴി നാം സ്വന്തമാക്കിയിരിക്കുന്ന ക്രിസ്തുവിനെ കൊടുക്കുവാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? അങ്ങനെ നാം ചിന്തിക്കുമ്പോൾ ഇന്നത്തെ സുവിശേഷവും വായനകളും വിശുദ്ധ ജീവിതവും 3 കാര്യങ്ങൾ നമ്മോട് പറഞ്ഞു തരുന്നു. ഇന്നത്തെ സുവിശേഷത്തിൽ
നാം വായിച്ചു. മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായം 28-ാമത്തെ വാക്യം, ശരീരത്തെ കൊല്ലുകയും ആത്മാവിനെ കൊല്ലാൻ കഴിവില്ലാതിരിക്കുകയും ചെയ്യുന്നവരെ നിങ്ങൾ ഭയപ്പെടേണ്ട. ഇന്ന് നാം ധ്യാനിക്കുന്ന ആദ്യത്തെ ചിന്ത ഇതാണ്: ശരീരത്തെ കൊല്ലുവാൻ, ഭൗതികമായ നമ്മുടെ ശരീരത്തെ നശിപ്പിക്കുവാൻ സാധിക്കുന്നവരെ നാം ഭയപ്പെടേണ്ട. വിശുദ്ധ സഭ അന്ന് റോമൻ സൈന്യത്തിലായിരുന്നപ്പോൾ ക്രിസ്ത്യാനികൾക്ക് വേണ്ടി, ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് വേണ്ടി അവരുടെ കൂടെ നിന്നപ്പോൾ, അവർക്ക് താങ്ങും തണലുമായിരുന്നപ്പോൾ റോമൻ ചക്രവർത്തി ഡയക്ലീഷ്യൻ അവനെതിരെ ഒത്തിരി തന്ത്രങ്ങൾ കഴിഞ്ഞു. പക്ഷേ തന്റെ ശരീരത്തെ മാത്രം കൊല്ലുവാൻ സാധിക്കുന്ന റോമൻ ചക്രവർത്തിയെ ഭയപ്പെട്ടില്ല. കാരണം അവനറിയാം, കുറെ വർഷങ്ങൾക്ക് മുമ്പ്, അവൻ ചെറിയ ഒരു 300 വർഷങ്ങൾക്ക് മുമ്പ് ഒരുവൻ മരണത്തെ നടന്നെടുത്ത് വിജയിച്ച ഒരുവരുണ്ടായിരുന്നു. നാം കുറച്ചു നാളുകൾക്ക് മുമ്പ് ഓശാന രാഗം ആഘോഷിച്ചു. ഓശാന രാഗം നാം ധ്യാനിച്ചു. ഈശോ മിശിഹ 18 പ്രാവശ്യം ജെറുസലേം നഗരത്തിലേക്ക് പോകുന്നതായി നാം സുവിശേഷങ്ങളിൽ കാണുന്നു. 17 പ്രാവശ്യവും ജെറുസലേമിലേക്ക് പോയ ഈശോ മിശിഹ, യേശുക്രിസ്തു തിരിച്ച് തന്റെ ഗ്രാമത്തിലേക്ക് വരുന്നു. പക്ഷേ 18ാമത്തെ പ്രാവശ്യം ഈശോ മിശിഹ ജെറുസലേം നഗരത്തിലേക്ക് പോയി. പക്ഷേ അവനറിയാമായിരുന്നു അവൻ തിരിച്ചു വരില്ലെന്ന്. അവൻ അറിഞ്ഞെങ്കിൽ മാത്രവും തിരിച്ചു വരില്ലെന്ന് അവൻ അറിയാമായിരുന്നിട്ടും മരിക്കാനായിട്ടാണ് ജെറുസലേമിലേക്ക് പോകുന്നു എന്ന് അവന് ഉറച്ച ബോധ്യം ഉണ്ടായിരുന്നിട്ടും കഴുതപ്പുറത്തേറി ഒരു രാജാവിനെ പോലെ വിജയശ്രീലാളിനായി മരണത്തെ അവൻ കണ്ടുമുട്ടി. പ്രിയപ്പെട്ടവരെ, ഈ ക്രിസ്തു വിശുദ്ധ ഗീവർഗീസഹനായെ ഒത്തിരിയേറെ സ്വാധീനിച്ചു. മരണത്തെ ഭയപ്പെടേണ്ടതില്ല എന്ന് ക്രിസ്തു നമ്മെ പഠിപ്പിക്കുന്നു. വിശുദ്ധ ഗീവർഗീസഹന തന്റെ ജീവിതത്തിലൂടെ നമ്മോട് പറഞ്ഞു തരുന്നു. ഞാൻ അതിലാവാം രൂപതയിലെ, ഞങ്ങളുടെ രൂപതയിലുള്ള ഒരു ധ്യാനകേന്ദ്രത്തിലാണ് ഞാൻ സ്ഥലം അനുഷ്ഠിക്കുന്നത്. അവിടെ ഒത്തിരി ആൾക്കാർ ആദ്യ വെള്ളിയാഴ്ച ധ്യാനം കേൾക്കുവാനും കുമ്പസാരിക്കുവാനുമായിട്ട് അവിടെ വന്നുകൂടും. ഒരു ദിവസം തെലുങ്ക് ഭാഷയിൽ ഞാൻ അവരോട് ഈ ഒരു ചിന്ത പങ്കുവച്ചു: നിങ്ങൾ മരണത്തെ ഭയപ്പെടേണ്ട എന്ന്. ധ്യാനം കഴിഞ്ഞു, എല്ലാവർക്കും ചെറിയൊരു ബിരുദങ്ങൾ നൽകി. എല്ലാം കഴിഞ്ഞപ്പോൾ ഒരു പ്രായമായ അമ്മച്ചി എന്റെ അടുത്ത് വന്ന് എനിക്ക് ചോദിച്ചു: അച്ഛാ, മരണത്തെ നമ്മൾ പേടിക്കേണ്ടേ? ഉദാഹരണത്തിന് ഹിന്ദു സഹോദരങ്ങൾ അല്ലെങ്കിൽ മതവിദ്വേഷകർ ഒരു പക്ഷേ അച്ഛനെ കൊല്ലാനായി ഇവിടെ ഓടി വരുവാണെങ്കിൽ അച്ഛൻ ഓടി രക്ഷപ്പെട്ടില്ലേ? അച്ഛൻ ഇവിടെ തന്നെ നിൽക്കുമോ എന്ന് ആ അമ്മച്ചി എന്നോട് ചോദിച്ചു. പ്രിയപ്പെട്ടവരെ, ആ ഒരു ചോദ്യത്തിന് മുമ്പിൽ ഞാൻ പകർന്നു നിന്ന് പോയി. കുറേയേറെ ധ്യാനിച്ചു. അപ്പോൾ ഈശോ എന്നോട് പറഞ്ഞു: നാം മരണത്തെ ഭയപ്പെടണം. പക്ഷേ ആ മരണത്തെ ഭയപ്പെടുത്തുന്നതിനേക്കാളും ശാരീരികമായി നമ്മുടെ മരണത്തെ നാം ഭയപ്പെടുന്നതിനേക്കാളും കൂടുതൽ നമ്മുടെ ആത്മാവിന്റെ മരണത്തെ നാം ഭയപ്പെടണം. മരണത്തെ ഭയപ്പെടേണ്ട എന്ന് പറയുന്നുകൊണ്ട് ഈശോ നമ്മോട് പറയുന്ന ഏറ്റവും വലിയ സത്യം, നമ്മുടെ ശരീരത്തെ നശിപ്പിക്കുവാൻ കഴിവുള്ളവരെയല്ല നാം ഭയപ്പെടേണ്ടത്, നമ്മുടെ ആത്മാവിനെ നശിപ്പിക്കാൻ കഴിവുള്ളവരെ നാം ഭയപ്പെടണം. വിശുദ്ധ സമുദായം ഇന്ന് അതാണ് നമ്മൾ പറഞ്ഞു ചെയ്യുന്നത്. രണ്ടാമതായി നാം വായിക്കുന്നു 29ാമത്തെ വാക്യം: നിങ്ങളുടെ തലയിലെ ഓരോ മുടിയുടെയും എണ്ണപ്പെട്ടിരിക്കുന്നു, അതിനാൽ നിങ്ങൾ ഭയപ്പെടേണ്ട, നിങ്ങൾ അനേകം കുരുവികളേക്കാൾ വിലയുള്ളവരാണല്ലോ. രണ്ടാമതായി ഈശോ പറയുന്നു: നിങ്ങൾ വിലയുള്ളവരാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ വില എന്താണ്? ഈശോ ക്രിസ്തു നമ്മെ പാപത്തിൽ നിന്ന് രക്ഷിക്കുവാൻ തന്റെ ജീവൻ വിലയായി നൽകി. കൽവരിക്കുന്നിൽ അവൻ തന്റെ ശരീര രക്തങ്ങൾ നമുക്ക് വേണ്ടി ത്യാഗം ചെയ്തുകൊണ്ട് സമർപ്പിച്ചുകൊണ്ട് നമ്മെ നേടിയെടുത്തു. നമ്മുടെ വില ക്രിസ്തുവിന്റെ ജീവനാണ്. ക്രിസ്തുവിന്റെ ജീവന്റെ തുടിപ്പാണ് നമ്മുടെ ഓരോരുത്തരുടെയും വില. അതുകൊണ്ട് നാം ഭയപ്പെടേണ്ട, നാം വിലയുള്ളവരാണ്.
ഈശോ മരിച്ച് സ്വർഗ്ഗത്തിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മോട് പറഞ്ഞു, ഞാൻ പോവുകയാണ്, നിങ്ങൾക്ക് വേണ്ടി ഒരു സ്ഥലം ഞാൻ ഒരുക്കും, സ്ഥലമൊരുക്കി പിന്നെയും ഞാൻ വരും, നിങ്ങളെ അങ്ങോട്ട് ഞാൻ കൊണ്ടുപോകും. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ക്രിസ്തുവിന്റെ ജീവൻ തരുകയാണ്. അതിനാൽ നാം ഭയപ്പെടേണ്ട. ഏറ്റവും അവസാനമായി നാം ധ്യാനിക്കുന്ന ഒരു വർഷം 32-ാമത്തെ വാക്യം, മനുഷ്യന്റെ മുമ്പിൽ എന്നെ ഏറ്റുപറയുന്നവനെ എന്റെ സ്വർഗ്ഗസ്ഥനായ പിതാവിന്റെ മുമ്പിൽ ഞാൻ ഏറ്റുപറയും. വിശുദ്ധ അന്ന് റോമൻ ചക്രവർത്തിയായ ഡയക്ലേഷ്യന്റെ മുമ്പിൽ പോലും പതറാതെ തന്റെ വിശ്വാസം ഏറ്റുപറഞ്ഞു, രക്തസാക്ഷിയായി. ഈശോ പറയുന്നു, ഈ ലോകത്തിൽ നിങ്ങൾ ജീവിച്ചിരിക്കുമ്പോൾ മറ്റുള്ളവരുടെ മുമ്പിൽ എന്നെ നിങ്ങൾ ഏറ്റുപറയുവാണെങ്കിൽ സ്വർഗ്ഗസ്ഥനായ എന്റെ പിതാവിന്റെ മുമ്പിൽ ഞാൻ നിങ്ങളെയും ഏറ്റുപറയും. ഒരു സാക്ഷിയായി തീരണമെന്ന് ഈശോ നമ്മളെ ക്ഷണിക്കുന്നു. കുറച്ച് നാളുകൾക്ക് മുമ്പ് എന്നെ ഒത്തിരി സ്വാധീനിച്ച ഒരു ചെറുപ്പക്കാരനുണ്ട്. നമുക്കറിയാം, കുറച്ച് നാളുകൾക്ക് മുമ്പ് ഇന്ത്യ വേൾഡ് കപ്പിന്റെ സെമിഫൈനലിൽ കളിച്ചുകൊണ്ടിരുന്നപ്പോൾ സഞ്ജു സാംസൺ എന്ന ക്രിക്കറ്റർ ഇന്ത്യയെ വിജയത്തിലേക്ക് അടുപ്പിച്ചു. ഒത്തിരി വിശ്വാസത്തിൽ വളർന്നു ആ പയ്യൻ ലോക ക്രിക്കറ്റിന്റെ നെറുകയിൽ നിന്നപ്പോൾ പോലും അവന്റെ വിശ്വാസം പ്രകടിപ്പിക്കുവാനായിട്ട് ചങ്കൂരത്തോടെ ഒരു കുരിശിന്റെ വര ഒരു പിതാവിന് പുത്രൻ വെച്ച് ലോകത്തിനോട് പറഞ്ഞു, ഞാൻ ക്രിസ്തുവിനെ വിശ്വസിക്കുന്നു എന്ന്. ഒരുപക്ഷെ അവന്റെ ക്രിക്കറ്റ് ജീവിതം, അവന്റെ ക്രിക്കറ്റ് ഭാവി എല്ലാം തകർന്നു പോയേക്കുമായിരുന്നു. പക്ഷേ അതൊന്നും അവൻ ഗൗരവിച്ചില്ല. നമുക്കറിയാം, ഒരു ഫുട്ബോൾ പ്ലെയറുണ്ട് മെസ്സി. അദ്ദേഹവും ഒത്തിരി സാക്ഷ്യങ്ങൾ ഈശോയ്ക്ക് വേണ്ടി പങ്കുവയ്ക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഗീവർഗീസ്സഹായിയുടെ തിരുനാൾ നാം ആഘോഷിക്കുമ്പോൾ നാം ചിന്തിക്കണം, ക്രിസ്തീയ വിശ്വാസത്തിന് വേണ്ടി, ഈശോയ്ക്ക് വേണ്ടി ഞാൻ എന്തെങ്കിലും ത്യാഗങ്ങൾ ചെയ്യുന്നുണ്ടോ? വില കൊടുത്ത് വാങ്ങിയതാണ് നാം ഓരോരുത്തരും. വില കൊടുത്ത് വാങ്ങിയതാണ് ഇവിടെ ഓരോരുത്തരും, ഓരോ മനുഷ്യരും. അത് നമ്മൾ തിരിച്ചറിയുന്നുണ്ടോ? ഏറ്റവും അവസാനമായി ക്രിസ്തുവിന്റെ സാക്ഷിയായി ജീവിക്കുവാൻ എനിക്ക് സാധിക്കുന്നുണ്ടോ? ഞാൻ സ്വീകരിച്ച വിശ്വാസം ഗീവർഗീസ്സഹായെ പോലെ സംരക്ഷിക്കുവാൻ എനിക്ക് സാധിക്കുന്നുണ്ടോ? ഞാൻ സ്വീകരിച്ച തലമുറകൾ വഴി കൈമാറപ്പെട്ട എന്നിലേക്ക് ദൈവം നിക്ഷേപിച്ച ആ വിശ്വാസം കേവലം എന്റെ മക്കളിലേക്ക് വരെ എനിക്ക് കൊടുക്കുവാൻ സാധിക്കുന്നുണ്ടോ? വരും തലമുറയിലേക്ക് വിശ്വാസം പകർന്നു കൊടുക്കുവാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? നമുക്ക് ധ്യാനിക്കാം. വിശുദ്ധ ഗീവർഗീസ്സഹായുടെ മധ്യസ്ഥം നാം എല്ലാവരെയും ശക്തിപ്പെടുത്തട്ടെ.